കൊച്ചുറാണിയെ, ഇടയ്ക്ക് ആ സാധനം ഒന്ന് ചെകിട്ടത്തുനിന്ന് മാറ്റി പിടിക്ക്, ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും. ഞാൻ മെയില് ചെക്ക് ചെയ്യുവാ. മെയില് ചെക്ക് ചെയ്താലും കൊള്ളാം, ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം. അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം. മാമച്ച എന്റെ വല്ലതും മേടിക്കുവേ. ഞാൻ മേടിച്ചോളാം, പക്ഷെ തരാതിരിക്കരുത്. സാധനം ഇതാര് ജോക്കർ ജോസോ? നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ. മേരിക്കുട്ടി വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചായിരുന്നു. മാമച്ചനെ വിളിച്ചോ? ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. എന്നെ വിളിച്ചില്ലെന്നേ. വിളിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എടാ ജോക്കറെ, നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ. മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട, പക്ഷെ അവളുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ 10,000 രൂപ എനിക്ക് കൊണ്ടുതരണം. ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച, പിടയ്ക്കാതെ. ഹലോ, എവിടെയാളിയാ? ഷാപ്പില? അല്ലല്ല, പഞ്ചായത്തിലാ. മിത്രക്കരിപ്പാടം പാട്ടകൃഷി ലേലം. ലേലം വേറെ ആരും പിടിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ. അതുകൊണ്ട് ആര് വന്നാലും സ്പോട്ടിൽ അടി. 5000 രൂപയുടെ കൊട്ടേഷനാ. നല്ല സുഖമുള്ള ഏർപ്പാടാ. നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിലിറങ്ങി. എപ്പോ? കുറച്ചു മുമ്പ്. കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങളവിടെ വേണം. അവനാകെ പേടിച്ചിരിക്കുക. ദേ മാമച്ച, ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു. പക്ഷേ രൂപ 1000 തരണം. ആദ്യം കാശ്, അത് കഴിഞ്ഞ് കാവല്. അനിയനും ചേട്ടനൊക്കെ അങ്ങ് റേഷൻ കാർഡില് മതി. അയ്യോ, സമയം 10 ലേലപ്പ് തുടങ്ങും. വാ, വരുന്നുണ്ട്. എങ്ങോട്ടാ കുട്ടപ്പായി? ലേലത്തിന്. ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു, ഉറപ്പിക്കുകയും ചെയ്തു. ആർക്ക്? പുളിക്കൽ തോമാച്ചൻ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? 10 മണിക്കല്ലേ ലേലം വെച്ചേക്കണത്? താങ്ക്സ്. എന്താ ഇവിടെ? ഞാൻ എന്റെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ. എന്നാ കാര്യത്തിന്? സമാധാനായിട്ട് ഉറങ്ങാൻ. പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവിളിയും ബഹളവും കതികത്തട്ടലും ഒക്കെ. ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും. അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ലാന്ന്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ. ഒന്ന് നോക്കിയാ മതി, സമാധാനം കിട്ടും. പിന്നെ സുഖായിട്ട് ഉറങ്ങാം. നോക്കട്ടെ. ഇപ്പൊ എനിക്കും സമാധാനായി. 3 മണിക്ക് കുളിക്കാൻ വരുമോ? ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഏതാ? ലൈഫ് ബോയ്. ലൈഫ് ബോയ് എവിടെയാണ്? അവിടെയാണ് ആരോഗ്യം. പാടോ? ചെറിയ മൂട് വരുമ്പോ. ആട്ടിൻകുട്ടി, ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയാന്ന് വിളിച്ചു ചോദിച്ചേ. പുലി ഇറങ്ങി കാണും. 1000 വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അവസാനം മാമച്ചൻ 500 ഒതുക്കി. സ്വന്തം തള്ള ആശുപത്രി കിടന്നാലും അതിനും നോക്കൂലി ചോദിക്കുന്ന ടീമാണ്. ഒന്ന് വിളിച്ചു ചോദിച്ചേരി. ഇച്ചിരി മീൻ ചേർത്ത്. ഗോപൻ എടുക്കണ്ട, എടുക്കണ്ടെന്ന്. അത് പറ്റില്ല, എടുക്ക. ഹലോ ഗോപ, റഫീഖിക്കാരെ സമ്മതിക്കണം. റഫീഖിക്ക? ഏത് റഫീഖിക്ക? അറിയില്ല? റഫീഖ് അഹമ്മദിനെ അറിയില്ല? എടാ ബബരം വേണം, ബബരം. വലിയ കവിയല്ലേ? പാട്ടാ. അശോകം വക്കീൽ ഇവിടെ തകർക്കുക. ഒടുക്കത്തെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ എളുപ്പം? അതിനിറങ്ങാൻ തോന്നണ്ടേ? തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങി. കുരിയച്ചനെങ്ങാനും നിലത്തെല്ലാം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം. ചക്കമണി, ചക്ക വിജയ്, ചക്ക സുഖു, ചക്ക വക്കീൽ. അപ്പൊ അയാളുടെ മനസ്സിൽ 3 ലഡ് പൊട്ടും. അയാൾ തിരിച്ചു പൊക്കോളും. പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക. ഷാപ്പിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നിന്നില്ലേ, വാതിലിൽ എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഒരെണ്ണം എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. അതെങ്ങനാ? ഞാൻ കൊടുത്തു പോയില്ലേ? എന്ത്?
എന്റെ ഹൃദയം. നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും. പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ. പക്ഷേ ഏട്ട ക്ഷമിക്കത്തില്ലല്ലോ. ഏട്ടൻ അതുവരെ ആയല്ലേ? ആരാവൻ? അതൊക്കെ ഉണ്ട്. മാമച്ചോ എന്തായി? സംസാരിച്ചു തുടങ്ങിയുള്ളൂ, ഒന്നും ആയില്ല. അതല്ലടോ ആ കുര്യച്ചന്റെ കാര്യം. ആളവിടെ എത്തിയ? ഇല്ലല്ല, നീ വാ. പ്ലീസ് കം 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 മൈ വില്ലേജ്. വെൽക്കം. നമസ്തേ. താങ്ക് യു. നമസ്തേ. നമസ്തേ. പെട്ടെന്നാട്ടെ. താങ്ക് യു. കം കം. എടാ ഗോവൻ വാടാ. This is my village and that is my office. ആ വള്ളത്തിൽ വരുന്നത് നിനക്കുള്ളതാ, കുര്യച്ചന്റെ ആൾക്കാരാ. നീ പേടിക്കണ്ട, ഓടിക്കോ. പിന്നാലെ പോ. അവന് വഴിയറിയാം. Hey man, what's going on? Why is he running? What happened? ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? നീ രക്ഷപ്പെട്ടോ. മാമച്ചാ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ. He will be back. Please come. ഹലോ, ആ ഞാൻ കൈനഗിരി ജയശ്രീയ. അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയില്ല. എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല. വരില്ലേ? ചതിക്കല്ലേ. ആലപ്പുഴ റെയിൻബോ ടൂറിസ്റ്റിന്റെ 18 ഗസ്റ്റിന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ. ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി. നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി. ആഹാ, ഇടിയുടെ പെരുന്നാളായിരിക്കും. ഹലോ മാമച്ച.